മനസ്സന്നുള്ള ഒരു കുടുംബത്തിൽ ആ കുട്ടി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവമാണ്. എന്നാൽ നോക്കുക, ചില വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വീക്ഷിക്കാം. ആ പെൺകുട്ടി വളർന്നു വലുതായി. പ്രാർത്ഥന കേട്ട് ഡോക്ടറിന് പഠിക്കുവാൻ തക്കോണം ദൈവം കൃപ ചെയ്ത് ദൈവത്തിന് ഇത്ര നാളും പറഞ്ഞാലും അമ്മേ, ഒരു കാര്യം അറിയാവോ? നിങ്ങൾക്ക് ഒരു മാസം അവധി കിട്ടി. ഒരു മാസം വീട്ടിലിരുന്ന് ആഘോഷിക്കാം, അമ്മയുടെ കൂടെ നടക്കാം, നമുക്ക് എല്ലായിടത്തും പോകാം. ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമാണ്. എന്റെ മമ്മി. അമ്മേ, ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ? നമ്മളെ ദൈവമക്കളല്ലേ, ഫ്രണ്ടിന്റെ വീട്ടിലൊന്നും പോകേണ്ട മോളെ. അയ്യോ, അത് തെറ്റാണ് മമ്മി. പോകേണ്ട മോളെ, അവരൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയിച്ചില്ലല്ലോ. എനിക്ക് എന്റെ കൂടെ പഠിക്കുന്നതാ. ഞങ്ങൾ ഒരുമിച്ച് രണ്ടുപേരും ഒരേ റൂമിൽ. ഞാൻ സന്ധ്യ 6 മണിക്ക് മുന്നേ വരണം കേട്ടോ. ശരി, എന്റെ മമ്മിയാണ്. ഓക്കെ, ബൈ. മമ്മി, മോളെ, ഞങ്ങള് ഒരു ക്ലാസ് അറ്റൻഡ് ആയിരുന്നു. നല്ലതായിരുന്നു മമ്മി, നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് പഠിക്കുന്ന അതേ ക്ലാസ്സുകളാണ് അവർ വീട്ടിലെ. ഒരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, നല്ലതായിരുന്നു. അതെ മമ്മി, ഒരു കാര്യം ചോദിക്കട്ടെ? സിനിമ കൊണ്ടും പോകൂട്ടെ? ഒരു സിനിമ നമ്മുടെ യേശുപ്പായുടെ മക്കള് എല്ലാ സിനിമ കാണാനൊന്നും കാര്യമില്ല. മോള് എങ്ങനെയല്ലേ അമ്മ പ്രാർത്ഥിച്ചു എല്ലാം വചനം പറഞ്ഞ് വളർത്തിയത്? അങ്ങനെ പോകാൻ ഒരിക്കലും പാടില്ല മോള്. സിനിമ കാണാൻ പോകണ്ട മോള് കേട്ടോ. ഒരു സിനിമയും കാണാൻ സമ്മതിക്കില്ല, ഒരു ക്ലബിന് പോകാൻ സമ്മതിക്കില്ല. എന്റെ ഫ്രണ്ട്സിനൊന്ന് വീട്ടിൽ വിളിച്ചോട്ടെ? എന്റെ മോളെ, അവരുടെയൊക്കെ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മള് പാവങ്ങളാ. അവര് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവരുടെ വീട്ടുകാര് വഴക്ക് പറയത്തില്ലേ? ഒരു പാവപ്പെട്ട കുടുംബം, പൈസയും തരവില്ല, സിനിമയ്ക്ക് സമ്മതിക്കില്ല, ഒരു ക്ലബിന് പോകാൻ സമ്മതിക്കില്ല. എന്തിനാ പിന്നെ അമ്മ എന്നെ വളർത്തുന്നത്? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത്രത്തോളം ആക്കാൻ വേറെ സഹായിക്കുന്നു മോള്. മോള് നിലനിൽക്കുന്ന മോള്. ഒരു കാര്യം ചെയ്യാവോ? എനിക്ക് ഉള്ള ഫോണ് പൊട്ടിപ്പോയ ഫോണല്ലേ ഇത്, ഞാൻ കാണിക്കുന്നു. എന്റെ ഫോണ് കണ്ടോ മക്കളെ? പൊട്ടിപ്പോയ ഒരു ഫോണാ എന്റെ അമ്മ മേടിച്ചു. ഞാൻ ഒരു ഫോണ് ചോദിക്കുന്നത് തെറ്റുണ്ടോ? ഇല്ലല്ലോ. അമ്മ, ഈ ഫോണാണോ? എന്റെ കൂടെ പഠിക്കുന്നവരെല്ലാം നല്ല ഫോണാ മേടിച്ചോണ്ട് വരുന്നത്. എനിക്കൊരു ഫോണ് മേടിച്ചു തരാമോ? അമ്മയുടെ ഒരു കാര്യം എന്ത് ചോദിച്ചാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞോണ്ട് തിന്നുവാ എന്റെ ബ്രെയിൻ. ശരി മമ്മി, ഞാനിപ്പം വരാവേ. മമ്മി, മേടിച്ചോ എന്റെ ഫോണ്? അതേ മോളൂ. ഇതെങ്ങനെയുണ്ട്? വാവ്, സൂപ്പർ.